പ്രിയമുള്ള കുട്ടികളെ, മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് 8ാം അധ്യായമായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ ഒരു സമചതുരസ്തൂപിക സ്ക്വയർ പിരമിഡിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വിവിധ ഫേസുകൾ, ലാറ്ററൽ ഫേസ്, അതുപോലെ ബേസ്, വിവിധ എഡ്ജസ്, ബേസ് എഡ്ജസ്, ലാറ്ററൽ എഡ്ജസ്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. കൂടാതെ ചെരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് കാണാൻ ബേസ് എഡ്ജും സ്ലാൻഡ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും തമ്മിലുള്ള ബന്ധവും പഠിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് ചെരിവുയരവും ഒരു സ്തൂപികയുടെ ഉയരവും തമ്മിലുള്ള ബന്ധം. എന്താണ് ഒരു സ്തൂപികയുടെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്നാണ് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കുക, സ്ക്രീനിൽ ഒരു സ്തൂപിക കാണുന്നുണ്ട്. എന്താ സ്തൂപികയുടെ രണ്ട് ഫേസ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഉൾവശവും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. 4 പാർശ്വമുഖങ്ങൾ ലാറ്ററൽ ഫേസസിൽ 2 ഫേസ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉൾഭാഗം കൂടെ കാണുന്നുണ്ട് അല്ലേ, ഉള്ള ഫേസ് ഒക്കെ കാണുന്നുണ്ട്, ഇതിൻ്റെ താഴെ ഭാഗം കാണുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ അപ്പെക്സ് അല്ലേ, മേലെ ശീർഷത്തിൽ നിന്ന് താഴെ ഇത് ഈ ബേസിൻ്റെ സെൻറ്റർ പോയിന്റ് കാണാം അല്ലേ. സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ബേസിൻ്റെ 2 ഡയഗണൽ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ്. അതായത് മഞ്ഞ കളർ കാണാം അല്ലേ. അപ്പോൾ ബാക്കിൽ ഇവിടെ നോക്കിയാൽ കാണാം. ഈ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലാണ്. ശരിക്ക് അപ്പെക്സിൽ നിന്ന് ശീർഷത്തിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് നോക്കാം, ഇതാണ് ഉയരം എന്ന് പറയുന്നത്. അപ്പെക്സിൽ നിന്ന് ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഉയരം ഈ പാദത്തിന് ലംബമായിരിക്കും. ഇവിടെ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഏത് പോയിന്റ് വരയുമായിട്ട് ഉണ്ടാക്കുന്ന കോണും 90 ഡിഗ്രി ആയിരിക്കും എന്ന് ഓർക്കുക. ഇവിടെ മറ്റൊരു അളവ് കൂടെ നമുക്കറിയാം. ഇതിൻ്റെ ചെരിവുയരം എന്താണെന്നറിയാം. ചെരിവുയരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബേസിൻ്റെ മിഡ് പോയിന്റ് അല്ലേ, ബേസ് എഡ്ജിൻ്റെ മിഡ് പോയിന്റും അപ്പെക്സും തമ്മിലുള്ള അകലാണ്. ബേസ് എഡ്ജും ഇതാണ് കാണുന്നുണ്ടല്ലോ. ഇനി ഇതാ ഈ 2 ബിന്ദുക്കളും കൂടെ യോജിപ്പിക്കുക. ഇത് ശരിക്കും ഈ സെൻറ്റർ പോയിന്റും ബേസ് എഡ്ജിൻ്റെ മിഡ് പോയിന്റും കൂടെ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു മട്ടത്രികോണമായിരിക്കും അല്ലെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. ഈ കോണ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ ഉയരം എപ്പോഴും ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, പാദത്തിന് ലംബമായിരിക്കും. ഇവിടെ കാണാം, ശരിക്കും നോക്കിയാൽ അറിയാം. അതല്ല, ഇവിടെ ഒരു മട്ടത്രികോണം ഉള്ളിലൂടെ കാണുന്നുണ്ട്. അതിൽ ഇതിൻ്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയത് ചെരിവ് ഉയരമായതുകൊണ്ട് നീളം കൂടിയത് ഈ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. ചെരിവ് ഉയരമാണ് ഏറ്റവും നീളം കൂടുതൽ. 2 ലംബവശങ്ങളുണ്ട്. ഉള്ളിലൂടെ ഈ കാണുന്നത്, കറുത്ത കളറിൽ കാണുന്നത്, ഇതാണ് ഇതിൻ്റെ ഉന്നതി അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് താഴെ വശം എന്താണ്, ബേസ് എഡ്ജിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ പുതിയൊരു മട്ടത്രികോണം ഉണ്ടാകുന്നുണ്ട്. ഉന്നതിയും പാദവക്കിൻ്റെ പകുതിയും ചെരിവുയരവും ചേർന്നൊരു മട്ടത്രികോണം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കർണം ചെരിവുയരമായിരിക്കും, സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ലാൻഡ് ഹൈറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഉന്നതിയുടെ സ്ക്വയറും പാദവക്കിൻ്റെ പകുതിയുടെ സ്ക്വയറും കൂടെ തുകയായിരിക്കും എന്ന് മനസ്സിലാക്കുക. സ്ലാൻഡ് ഹൈറ്റിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈറ്റ് സ്ക്വയർ പ്ലസ് ഹാഫ് ഓഫ് ദി ബേസ് എഡ്ജ് സ്ക്വയർ. ഇതും കൂടെ ഓർത്തിരിക്കുക. കഴിഞ്ഞ ദിവസം പഠിച്ചെന്താണ്, ഈ വേറൊരു മട്ടത്രികോണം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഏതാ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് വശത്തുള്ളത് ഇത് ലാറ്ററൽ എഡ്ജ്, ഇത് ബേസ് എഡ്ജിന്റെ പകുതി, ഇത് സ്ലാൻഡ് ഹൈറ്റ്. ഇവിടെ ഒരു മട്ടത്രികോണം ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇതിൽ ഇതാണ് കർണം. ലാറ്ററൽ എഡ്ജിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റിന്റെ സ്ക്വയർ പ്ലസ് സ്ക്വയർ ഓഫ് ദി ഹാഫ് ഓഫ് ബേസ് എഡ്ജ്. അതായത് പാർശ്വവക്കിന്റെ വർഗം ചെരിവുയരത്തിന്റെ വർഗത്തിന്റെയും പാദവക്കിന്റെ വർഗത്തിന്റെയും പകുതിയായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ 2 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. മാറിപ്പോകരുത്. ഒന്ന്, ഉയരവും ചെരിവുയരവും പാദവക്കിന്റെ പകുതിയും തമ്മിലുള്ള ബന്ധം. രണ്ടാമത്തത്, ചെരിവുയരവും പാർശ്വവക്കും
പാദവക്കിൻ്റെ പകുതിയും തമ്മിലുള്ള ബന്ധം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുക, മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഈ ഉയരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഉയരം ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം നോക്കുക. ശരിക്കും ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു മട്ടത്രികോണം ഉണ്ടാകുന്നുണ്ട്. മട്ടത്രികോണം എന്ന് കാണാം, അതാണ് അല്ലേ, ഈ നീലക്കളറിൽ കാണാം. അതിൻ്റെ ലംബവശം എന്ന് പറയുന്നത് ഒന്ന് പാദവക്കിൻ്റെ പകുതിയും ഉയരവും ചേർന്നതാണ്. കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ചെരുവുയരം അല്ലെങ്കിൽ സ്ലാൻ ഹൈറ്റ് ആയിരിക്കും എന്ന് ഓർക്കുക, അല്ലേ. ഇത് ഉയരം, ചെരുവുയരം, പാദവക്കിൻ്റെ പകുതി, ത്രികോണത്തിൻ്റെ വശങ്ങൾ. ഇത് ഉപയോഗിച്ചുള്ളൊരു ചോദ്യമാണ്. ചോദ്യം നോക്കുക. A tent is to be made in the shape of a square pyramid of base edges 6 meters and height 4 meters. How many square meters of canvas is needed to make it? ഒരു സമചതുര സ്തൂപികാകൃതിയിൽ ഒരു കൂടാരം ഉണ്ടാക്കണം. പാദത്തിൻ്റെ വശങ്ങൾ 6 മീറ്റർ വേണം. കൂടാരത്തിൻ്റെ ഉയരം 4 മീറ്ററും. ഇതിന് എത്ര ചതുരശ്ര മീറ്റർ ക്യാൻവാസ് വേണം? ഇവിടെ നോക്കുക. നമുക്ക് ഒരു ടെൻറ്റ് ഉണ്ടാക്കണം. ടെൻറ്റ് കണ്ടിട്ടുണ്ടാകും. സർക്കസ് കൂടാരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന തുണി ഇങ്ങനെ വലിച്ചു കെട്ടി ടെൻറ്റ് ഉണ്ടാക്കും, അല്ലേ. ടെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം മാത്രം മതി. ടെൻറ്റിൻ്റെ താഴെ കസേരകളൊക്കെ ഇട്ടിട്ടാണ് സർക്കസിനൊക്കെ നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ടെൻറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആകൃതി ഒരു സമചതുര സ്തൂപികയുടെ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പാണ്. ടെൻറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ക്യാൻവാസിൻ്റെ അളവാണ് കാണേണ്ടത്. അപ്പോൾ ശരിക്കും സ്തൂപികയുടെ ലാറ്ററൽ സർഫസ് ഏരിയയാണ് നമ്മൾ കാണേണ്ടത്. താഴെ ബേസ് ഏരിയയുടെ കാണേണ്ട ആവശ്യമില്ല, ലാറ്ററൽ സർഫസ് ഏരിയയാണ് കാണേണ്ടത്. നമ്മൾ ഉണ്ടാക്കേണ്ട ടെൻറ്റിൻ്റെ ബേസ് എഡ്ജ് 6 മീറ്റർ ആയിരിക്കണം, ഹൈറ്റ് 4 മീറ്റർ ആയിരിക്കണം. ഇതാണ് തന്നിരിക്കുന്ന അളവ്. ഇവിടെ നമ്മളൊരു മട്ടത്രികോണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതാ സ്ക്രീനിലോട്ട് നോക്കുക. മട്ടത്രികോണത്തിൽ എന്താണ്? ഹൈറ്റ്, ഇതാണ് ഹൈറ്റ്. ഉയരം എന്ന് പറയുന്നത് ഇതാണ്. ഉയരം 4 മീറ്റർ ആയിരിക്കണം. ബേസ് എഡ്ജ് 6 മീറ്റർ ആയതുകൊണ്ട് ഹാഫ് ഓഫ് ബേസ് എഡ്ജ്, പാദവക്കിൻ്റെ പകുതി ഇവിടെ 3 മീറ്റർ ആയിരിക്കണം. നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് ചെരുവുയരം കാണാൻ പറ്റും, അല്ലെ. ചെരുവുയരം ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ കർണം ചെരുവുയരമായിരിക്കും നമ്മൾ പറഞ്ഞു, അല്ലേ. ഇവിടെ എന്താണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വർഗത്തിൻ്റെ തുകയുടെ റൂട്ടായിരിക്കും. സ്ലാൻഡ് ഹൈറ്റ് ചെരുവുയരം ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9, 16 9 25. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 എന്ന് കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. സ്ലാൻഡ് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലാറ്ററൽ ഫേസ് എന്താണ്? ഓരോന്നൊരു ട്രയാങ്കിൾ ആയിരിക്കും. ആ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. സ്ലാൻഡ് ഹൈറ്റ് ആയതിനാൽ അതിൻ്റെ ഹൈറ്റ് എന്നറിയാം. അപ്പോൾ ഹാഫ് ഉപയോഗിച്ച് കാണാം. ഇവിടെ ഏരിയ ഓഫ് ദ ലാറ്ററൽ ഫേസ് 1/2 ഇൻറ്റു ബേസ് എഡ്ജ് 6 ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? ഇപ്പോൾ കിട്ടി 5 എന്ന് കിട്ടി. 1/2 ഇൻറ്റു 6 ഇൻറ്റു 5 6 ഇൻറ്റു 5 30, 30ൻ്റെ പകുതി 15 എന്ന് കിട്ടി. ഏരിയ ഓഫ് എ ലാറ്ററൽ ഫേസ് ഒരു ഫേസിൻ്റെ കിട്ടി. അപ്പോൾ ആകെ സർഫസ് ഏരിയ എന്തായിരിക്കും? ആകെ 4 ഫേസാണ് ഉള്ളത്. അപ്പോൾ 4 കൊണ്ട് മുടിച്ചാൽ മതി. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്? 4 ഇൻറ്റു 15 ഈക്വൽ ടു 60 എന്ന് കിട്ടി. അപ്പോൾ 60 സ്ക്വയർ മീറ്റർ ക്യാൻവാസ് ആണ് ഇതിൻ്റെ ലാറ്ററൽ ഫേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ക്യാൻവാസിൻ്റെ അളവ് എത്രയാണ്? 60 സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ക്യാൻവാസ് ഈസ് നീഡഡ് ടു മേക്ക് ദ ടെൻറ്റ്. ഈ ടെൻറ്റ് ഉണ്ടാക്കാൻ 60 ചതുരശ്ര മീറ്റർ ക്യാൻവാസ് ആവശ്യമുണ്ട്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് എ സ്ക്വയർ ആൻഡ് 4 ട്രയാങ്കിൾസ് വിത്ത് dimensions specified in the picture, a pyramid is made. What is the height of the pyramid? What if the square and triangles are like this? നോക്കുക. ഇവിടെ ഒരു സമചതുരം കാണാം. സമചതുരത്തിൻ്റെ ഒരു വശം 24 സെൻറ്റിമീറ്റർ ആണ്. കൂടാതെ ഒരു ത്രികോണമുണ്ട്. അതിൻ്റെ ബേസ് ഈ സമചതുരത്തിന് തുല്യമായിരിക്കും, സമചതുരത്തിൻ്റെ വശത്തിന് തുല്യമായിരിക്കും. അതിൻ്റെ ഹൈറ്റ് 18 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ ഒരു സമചതുരവും 4 ത്രികോണവും ചേർത്ത് ഒരു പിരമിഡ്, ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉന്നതി എത്രയാണെന്നാണ് കാണേണ്ടത്. നമുക്കറിയാം സ്ലാൻഡ് ഹൈറ്റും ബേസും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കാണാൻ അറിയാം. ഹൈറ്റ് എന്താണ്? ഇതിൻ്റെ വർഗത്തിൽ നിന്ന് ഇത് കുറച്ചാൽ മതി, അല്ലേ. സ്ലാൻഡ് ഹൈറ്റ് ചെരുവുയരത്തിൻ്റെ വർഗത്തിൽ നിന്ന് പാദവക്കിൻ്റെ പകുതിയുടെ വർഗം കുറയ്ക്കുക
അപ്പോൾ 18 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ കിട്ടും. പാദവക്കിൻ 24 ആയതുകൊണ്ട് അതിൻ്റെ പകുതി 12 ആണ്. 12 സ്ക്വയർ 18 സ്ക്വയർ 324 മൈനസ് 144 സമം റൂട്ട് 180 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, റൂട്ട് 180 തന്നെ എഴുതിയാൽ മതി. ഇനി ഇവിടെ അടുത്ത ചോദ്യമുണ്ട് അല്ലേ, ത്രികോണം ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജ് ലാറ്ററൽ എഡ്ജ് മാത്രം തന്നിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഇങ്ങനത്തെ 4 ത്രികോണവും ഒരു സമചതുരവും ചേർത്താണ് നമ്മുടെ സ്തൂപിക ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഉന്നതി എത്രയായിരിക്കും? ഇവിടെ നോക്കൂ, ഇവിടെ ഇതുപോലെ തന്നെ ഇത് 30 ആണ്. ഇത് ഇവിടം തൊട്ട് പാദവക്ക് 24 ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഇതിൻ്റെ പകുതി 12 ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് എന്താണ്, ആദ്യം നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കാണാം അല്ലേ. സ്ലാൻഡ് ഹൈറ്റ് എത്രയായിരിക്കും? 30 സ്ക്വയർ മൈനസ് 24ൻ്റെ പകുതി 12 സ്ക്വയർ എത്ര കിട്ടും? 900 മൈനസ് 144 സമം റൂട്ട് ഓഫ് 756 എന്ന് കിട്ടും. സ്ലാൻഡ് ഹൈറ്റ് റൂട്ട് ഓഫ് 756 കിട്ടും. ഇത് രണ്ട് സ്ലാൻഡ് ഹൈറ്റും ബേസ് എഡ്ജും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഹൈറ്റ് കാണാം. ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് റൂട്ട് ഓഫ് സ്ലാൻഡ് ഹൈറ്റ് സ്ക്വയർ മൈനസ് ഹാഫ് ഓഫ് ദി ബേസ് സ്ക്വയർ ആണ്, ബേസ് എഡ്ജ് സ്ക്വയർ ആണ്. അതായത് ഉയരത്തിൻ്റെ വർഗം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ചെരുവുയരത്തിൻ്റെ വർഗം മൈനസ് പാദവക്കിൻ്റെ പകുതിയുടെ വർഗം. ഹൈറ്റ് റൂട്ട് ഓഫ് 756, കാരണം ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റിൻ്റെ വർഗം, സ്ലാൻഡ് ഹൈറ്റ് റൂട്ട് ഓഫ് 756 ആണ്. അപ്പോൾ അതിൻ്റെ വർഗം എന്ന് പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്നത് 756 ആണ്, മൈനസ് ബേസ് എഡ്ജിൻ്റെ പകുതി 24ൻ്റെ പകുതി 12 സ്ക്വയർ 756 മൈനസ് 144 ഈക്വൽ ടു റൂട്ട് ഓഫ് 612 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 612. അപ്പോൾ ഹൈറ്റ് റൂട്ട് ഓഫ് 612 ആണ്, സ്ലാൻഡ് ഹൈറ്റ് റൂട്ട് ഓഫ് 756 ആണ്. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന അളവുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏതാണ് തന്നിരിക്കുന്നത് നോക്കുക. 2 മട്ടത്രികോണത്തിന് കാര്യം ഓർക്കുക. ഒന്ന് ചെരിവുയരം കർണമായിട്ട് ഹൈപ്പോട്ടിനസ് ആയിട്ട് വരുന്നത്, അപ്പോൾ അതിൻ്റെ ലംബവശങ്ങൾ ഒന്ന് ഉയരവുമായിരിക്കും, താഴെവശം പാദവക്കിൻ്റെ പകുതിയായിരിക്കും. രണ്ടാമത്തത് ലാറ്ററൽ എഡ്ജ്, അതായത് പാർശ്വവക്ക് കർണമായിട്ട് വരുന്നത്, പാർശ്വവക്ക് കർണവും ഇവിടെ ലംബവശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പാദവക്കിൻ്റെ പകുതി, താഴെ പാദവക്കിൻ്റെ പകുതി തന്നെയായിരിക്കും. അടുത്തതോ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും, ചെരുവുയരമായിരിക്കും. ആ 2 മട്ടത്രികോണങ്ങളുടെ കാര്യം ഓർക്കുക. അതിൻ്റെ തന്നിരിക്കുന്ന അളവുകൾ ഏതിലാണ് ഉപയോഗിക്കേണ്ടതെന്നനുസരിച്ച് ഉപയോഗിച്ച് മറ്റളവുകൾ കണ്ടുപിടിക്കുക, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കുക. A square pyramid of base at 10 centimeters and height 12 centimeters is to be made of paper. What should be the dimensions of the triangles? കടലാസ് മുറിച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. പാദവക്ക് 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററും വേണം. ത്രികോണങ്ങളുടെ അളവുകൾ എത്രയായിരിക്കണം? ഇവിടെ 2 അളവുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ ആണ്. നമ്മൾ 4 ത്രികോണങ്ങളും ഒരു സമചതുരം ഉപയോഗിച്ചുകൊണ്ടൊരു സ്ക്വയർ പിരമിഡാണ് ഉണ്ടാക്കേണ്ടത്. ആ സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ഡയമെൻഷൻസ്, മറ്റു വശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ 2 വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു ലാറ്ററൽ എഡ്ജ് അല്ല, ഈ വശം കണ്ടാൽ മതി, ഈ വശത്തിൽ നിന്നാണ് കാണേണ്ടത്. നോക്കുക, ഉയരം പാദവക്കിൻ്റെ പകുതി, സ്ലാൻഡ് ഹൈറ്റ് സ്തൂപികയുടെ ഉയരവും ചെരുവുയരവും പാദവക്കിൻ്റെ പകുതിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ചെരുവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് കാണുന്നു. ചെരുവുയരം എത്രയാണ്? റൂട്ട് ഓഫ് ഉയരത്തിൻ്റെ വർഗം പ്ലസ് പാദവക്കിൻ്റെ പകുതി. പാദവക്ക് 10 ആയതുകൊണ്ട് 10ൻ്റെ പകുതി 5 സ്ക്വയർ, 12ൻ്റെ സ്ക്വയർ 144, 25 169, അതിൻ്റെ റൂട്ട് 13 എന്ന് കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് 13 എന്ന് കിട്ടി. ഇനി സ്ലാൻഡ് ഹൈറ്റ് ഇതാണ് അല്ല, ഈ ചുവന്ന കളറിലുള്ളതാണ് സ്ലാൻഡ് ഹൈറ്റ് 13. ഇത് ബേസ് എഡ്ജ് 10 ആണ്. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇവിടെ വരെ 5 ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ത്രികോണത്തിൻ്റെ ഈ വശങ്ങൾ കാണാം, ചെരിഞ്ഞ വശങ്ങൾ 2 കാണാം അല്ലേ. അതെങ്ങനെയാണ്? ലാറ്ററൽ എഡ്ജ് എത്രയാണ്? ഇത് 2ൻ്റെയും കൂടെ വർഗ്ഗങ്ങളുടെ തുകയായിരിക്കും. അതിൻ്റെ റൂട്ട് കാണാം. 10ൻ്റെ പകുതി 5 സ്ക്വയർ പ്ലസ് ഇത് എത്ര കിട്ടി? ചുവന്ന വര എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ചെരുവുയരപ്പ് കിട്ടി 13 സ്ക്വയർ. 2 കൂടെ കൂട്ടിയാൽ 169, 25, 194 കിട്ടും. റൂട്ട് 194 ആയിരിക്കും ഇതിൻ്റെ മറ്റ് 2 വശങ്ങളുടെ നീളം. അത് തുല്യമായിരിക്കും. ഈ വശവും റൂട്ട് 194, ഈ വശവും റൂട്ട് 194. മൂന്നാമത്തെ ചോദ്യം നോക്കുക. പ്രൂവ് ദാറ്റ് ഇൻ എനി സ്ക്വയർ പിരമിഡ്
the squares of the height, slant height and lateral edges are in arithmetic sequence. ഏത് സമചതുര സ്തൂപികയിലും ഉയരം, ചെരുവുയരം, പാർശ്വവക്ക് എന്നിവയുടെ വർഗ്ഗങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കുക. നമുക്ക് നമ്മൾ രണ്ട് ബന്ധങ്ങളാണ് പഠിച്ചത്. ഒന്ന് പാദവക്കിന്റെ പകുതിയും പാർശ്വവക്കും ചെരുവുയരവും ആദ്യം പഠിച്ചതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർശ്വവക്ക് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജും പാദവക്കും തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെരുവുയരം എങ്ങനെ കാണാമെന്നാണ് പഠിച്ചത്. ഇവിടെ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പാർശ്വവക്കിനെ ഇ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, ചെരുവുയരത്തിനെ എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, പാദവക്കിന്റെ പകുതിയെ A/2 എന്ന് സൂചിപ്പിക്കുന്നു. പാദവക്കിനെ എ കൊണ്ട് സൂചിപ്പിച്ചാൽ അതിന്റെ പകുതി A/2. ഇപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടുന്നുണ്ട്. എന്താണ് ഈ മട്ടത്രികോണം കിട്ടുന്നത് കൊണ്ട് പൈതഗോറസ് തിയറം അനുസരിച്ച് E square is equal to L square plus A/2 whole square എന്ന് എഴുതാം. എന്താ E square is equal to L square plus A/2 the whole square. അപ്പോൾ A/2 whole square is equal to E square minus L square എന്ന് എഴുതാം. E square minus L square. ഇനി രണ്ടാമത്തെ മട്ടത്രികോണം നോക്കുക. രണ്ടാമത്തെ മട്ടത്രികോണം ഉയരവും ചെരുവുയരവും പാദവക്കിന്റെ പകുതിയും തമ്മിലുള്ള ബന്ധമാണ്. ഉയരത്തെ നമ്മൾ H കൊണ്ട് സൂചിപ്പിച്ചു, ചെരുവുയരം L തന്നെയാണ് നേരത്തെ ഉപയോഗിച്ചത് തന്നെ. പാദവക്കിന്റെ പകുതി A/2 ആണ്. അപ്പൊ ഇവിടെ എന്താ ബന്ധം? L square is equal to H square plus A/2 whole square എന്ന് കിട്ടും. L square is equal to H square plus A/2 whole square. ഇവിടെയും A/2 whole square is equal to L square minus H square എന്ന് എഴുതാം. A/2 whole square is equal to L square minus H square എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ നോക്കൂ, ഇതും നോക്കൂ. ഇതിന്റെ രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്. രണ്ടും എന്താണ്? A/2 whole square ആണ്. ഈ രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് A/2 whole square ആണ്. രണ്ട് സമവാക്യങ്ങളുടെ ഇടതുവശങ്ങൾ തുല്യമാണെങ്കിൽ വലതുവശം തുല്യമായിരിക്കും. അപ്പോൾ ഈ വലതുവശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? തുല്യമായിട്ട് എഴുതാം. ഇങ്ങനെ എഴുതാം: E square minus L square is equal to L square minus H square എന്ന് എഴുതാം. അല്ലെങ്കിൽ L square minus H square is equal to E square minus L square എന്ന് എഴുതാം. ഇതിന്റെ അർത്ഥം എന്താണ്? നോക്കൂ, ഒറ്റയടിക്ക് ഉത്തരമായി. അതായത് H square, L square, E square are in arithmetic sequence. ഈ മൂന്ന് വിലകൾ, അതായത് ഉയരത്തിന്റെ വർഗം, ചെരുവുയരത്തിന്റെ വർഗം, പാർശ്വവക്കിന്റെ വർഗം, ഇവ ഒരു സമാന്തര ശ്രേണിയിലാണ്. ഇതിന്റെ അർത്ഥം നോക്കൂ, മൂന്ന് പദങ്ങൾ മൂന്ന് സംഖ്യകൾ സമാന്തര ശ്രേണിയിലാണെങ്കിൽ, ഇപ്പോൾ A, B, C ഇവ സമാന്തര ശ്രേണിയിലാണെങ്കിൽ നമുക്കറിയാം രണ്ടാമത്തെ പദം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ആണ് അല്ലെ. ഇവിടെ നോക്കൂ, ഇത് സമാന്തര ശ്രേണിയിലാണെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ പദം സെക്കൻഡ് ടേം L സ്ക്വയർ ആണ്. അതിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചതും തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചതും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കൂ, L സ്ക്വയർ മൈനസ് H സ്ക്വയർ. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്താണ്? L സ്ക്വയർ മൈനസ് H സ്ക്വയർ. തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈമോ E സ്ക്വയർ മൈനസ് L സ്ക്വയർ. അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയിലാണ്. വളരെ എളുപ്പമാണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ത്രികോണങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ഇതിലെ ഈ ഭാഗത്തെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ശരിക്ക് ഒരു ഐഡിയ മനസ്സിലാക്കുക. ആ സ്തൂപിക ശരിക്കും ഇങ്ങനെ നോക്കി ഉറപ്പുവരുത്തുക. നാലാമത്തെ ചോദ്യം നോക്കുക. എ സ്ക്വയർ പിരമിഡ് ഈസ് ടു ബി മെയ്ഡ് വിത്ത് ദ ട്രയാങ്കിൾ ഷോൺ ഹിയർ ആസ് ലാറ്ററൽ ഫേസ്. വാട്ട് വുഡ് ബി ഇറ്റ്സ് ഹൈറ്റ്? വാട്ട് ഇഫ് ദ ബേസ് എഡ്ജസ് ഈസ് 40 സെന്റിമീറ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 30 സെന്റിമീറ്റേഴ്സ്? ചിത്രത്തിൽ കൊടുത്ത സമപാർശ്വ ത്രികോണം പാർശ്വമുഖങ്ങളായി ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. അതിന്റെ ഉയരം എന്തായിരിക്കും? പാദവക്ക് 30 സെന്റിമീറ്ററിന് പകരം 40 സെന്റിമീറ്റർ ആയാലോ? നോക്കുക, ഈ ത്രികോണം നോക്കുക. ത്രികോണത്തിന്റെ വശങ്ങൾ നോക്കൂ. താഴെ 30 സെന്റിമീറ്റർ ആണ്, വശങ്ങൾ 25 വീതമാണ്. ഇത്തരം 4 ത്രികോണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ സമചതുര സ്തൂപിക സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കേണ്ടത്. ഇത് ശരിക്കും ബേസ് എഡ്ജ് ആയിട്ട് വരും. ബേസ് എഡ്ജ് 30 സെന്റിമീറ്റർ ആണ്. ലാറ്ററൽ എഡ്ജ് പാർശ്വവക്ക് 25 സെന്റിമീറ്റർ വീതമാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഉയരം കാണാനെന്ന് പറയുന്നത്, നമുക്ക് ആദ്യം സ്ലാന്റ് ഹൈറ്റ് ചെരുവുയരമാണ് കാണുക അല്ല. ചെരുവുയരം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇത് 30 ആയതുകൊണ്ട് ഇവിടം വരെ 15 ആയിരിക്കും, ഇത് 25 ആയിരിക്കും. അപ്പോൾ ചെരുവുയരം എന്ന് പറയുന്നതായിരിക്കും സ്ലാന്റ് ഹൈറ്റ് റൂട്ട് ഓഫ് 25 സ്ക്വയർ മൈനസ് 30ന്റെ പകുതി 15ന്റെ വർഗം 15 സ്ക്വയർ. ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. 25ന്റെ വർഗം കണ്ടതിൽ നിന്ന് 15ന്റെ വർഗം കുറയ്ക്കുക. അതിന് എളുപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇപ്പോൾ 25
പ്ലസ് 15, 25 15 കൂട്ടിയാൽ 40, 25 മൈനസ് 15 10 ആണ്. അപ്പം 40 × 10 400. 400ന്റെ വർഗ്ഗം നമുക്കറിയാം എത്രയാണ്? 20 ആണ്. അപ്പം സ്ലാൻഡ് ഹൈറ്റ് കിട്ടി കഴിഞ്ഞു 20. ചെരുവുയരം 20. ചെരുവുയരവും പാദവക്കിൻ്റെ പകുതിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉയരം കാണാൻ അറിയാം. ഉയരം എന്തായിരിക്കും? ചെരുവുയരത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്ന് ചെരുവുയരം ഇവിടെ 20 ആണ്. 20ന്റെ വർഗ്ഗത്തിൽ നിന്ന് ഇതിൻ്റെ പകുതി അല്ലേ, പാദവക്കിൻ്റെ പകുതിയുടെ വർഗ്ഗം കുറച്ചതിൻ്റെ റൂട്ടായിരിക്കും 20² മൈനസ് 15². ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഹൈറ്റ് √20² മൈനസ് 15², 20 പ്ലസ് 15 35, 20 മൈനസ് 15, 20 15 കുറച്ചാൽ 5, 20 മൈനസ് 35 × 5 വരും. 35 5 വിളിച്ചാൽ 175. അപ്പോൾ √175 എന്ന് കിട്ടും. ഈ വശം 30 പകരം 40 ആണെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് 30 പകരം 40 ആണെങ്കിൽ എന്തായിരിക്കും ഈ സ്തൂപികയുടെ ഉയരം? ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സ്ലാൻഡ് ഹൈറ്റ് കാണാം. അപ്പം 40ന്റെ പകുതി ഇവിടെ 20 ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഉയരം എച്ച് കാണാം, അല്ല ചെരുവുയരം സ്ലാൻഡ് ഹൈറ്റ് കാണാം. സ്ലാൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ആണ് ഇവിടെ 25² മൈനസ് 20ന്റെ പകുതി 20² ആണ്. 25 പ്ലസ് 20 45, 25 20 പോയാൽ 5 അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് 45ന് 9 × 5 ആണ്. 9 × 5 45 അല്ല, 9 × 5 പിന്നെ ഒരു 5 കൂടെ. അപ്പോൾ 2 5ന്റെ 9ന്റെ വർഗ്ഗം 3ഉം 2 5 ആകുമ്പോൾ 5ഉം. അപ്പോൾ 3 × 5 എത്രയാണ്? 15 എന്ന് കിട്ടും. ചെരുവുയരം ഇവിടെ 15 ആണ്. നോക്കൂ, √15² മൈനസ് 20² ആണ്. 15ന്റെ സ്ക്വയർ 225 മൈനസ് 400 അല്ലേ. നോക്കൂ, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് കുറയ്ക്കേണ്ടത്. 225 400 കുറച്ചാൽ ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും കിട്ടുക. നെഗറ്റീവ് സംഖ്യയുടെ വർഗ്ഗമൂലം അല്ലേ കാണാൻ കഴിയില്ല. ഒരു ഉയരം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം ഒരു സ്തൂപിക നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഉയരം എന്തായിരിക്കും? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നെഗറ്റീവ് സംഖ്യ അതിൻ്റെ വർഗ്ഗമൂലം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം ഒരു സ്തൂപിക നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നോട് മനസ്സിലാക്കുക. ഇവിടെ